ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് അഡ്വഞ്ചേഴ്സ് ബിഗിൻ ചെയ്യുവാണ്. ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി മൊർമൊറൈ വാട്ടർഫാൾസിലാണ് ഇന്ന് ആദ്യം നമ്മൾ പോകുന്നത്. മൊർമൊറൈ വാട്ടർഫാൾസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടമാണ് കേട്ടോ. അതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ ഷെയർ ചെയ്യാവേ. ഇതാണ് സെൽവൻ ചേച്ചി. ഞാൻ ചേച്ചിയോടാണ് കേട്ടോ ഇപ്പോൾ താമസിക്കുന്നത്. ചേട്ടൻ ജോസഫ് രാജേഷ് ചേട്ടനാണ് ഇവിടെ ടെർണിയിൽ വന്നിട്ട് എന്നെ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്ന ചേട്ടൻ. നമ്മളിപ്പം മൊർമൊറൈ വാട്ടർഫാളിന്റെ അകത്തോട്ട് പോവുകയാണേ. നമുക്ക് നോക്കാം. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. വെള്ളം നല്ല ആദ്യമായിട്ടാട്ടോ ഇത്രയും വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് ക്ലോസ് ആയിട്ട് ഇങ്ങനെ നടക്കും. സ്പേസ് ഉണ്ട്. ഇതുവഴി നടന്ന് നമ്മൾ പോവാണ്. ഇവിടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫ്ലവേഴ്സിന്റെ ഇത്, ഫുഡ് ഐറ്റംസ്, കാര്യങ്ങള് മീൻസ് ഒക്കെ ഇട്ടുള്ള വാട്ടർഫാളിൽ വന്നിട്ട് ഇവിടെ വന്ന് നല്ല ചൂടോടെ പല ടൈപ്പ് ഡിഷസ് ഒക്കെ കഴിക്കാം. ഇവിടെ കോറ് വരും കേട്ടോ. അതെനിക്ക് തോന്നുന്നു ഈ വഴിയാണെന്ന്. എൻട്രൻസ് നമ്മളിപ്പോൾ കണ്ട വഴിയാണ്. ഇന്ന് സൺഡേ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഇവിടെ ഭയങ്കര തണുപ്പുണ്ട്. വാട്ടർഫാൾ ഉണ്ടായിരിക്കും, നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മൾ വാട്ടർഫാളിൻ്റെ അടുത്തോട്ട് പോവുകയാണേ. ഷൂട്ട് ചെയ്തിട്ട് കേവാണ്, കാവ എന്ന് പറഞ്ഞ കേവ് കനാല്. അപ്പൊ നമുക്ക് രാജേട്ടൻ്റെ അടുത്ത് ഈ മൊർമൊറൈ വാട്ടർഫാളിന്റെ കാര്യങ്ങൾ ചോദിച്ചാലോ? അതായത് മൊർമൊറൈ വാട്ടർഫോൾസ് ഒരു ആർട്ടിഫിഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വാട്ടർഫോൾസ് ആണ്. യൂറോപ്പിലെ സെക്കൻഡ് ലാർജസ്റ്റ് വാട്ടർഫോൾസ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഒറിജിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ രണ്ട് പുഴകൾ ഉണ്ടായിരുന്നു. ഒന്ന് വെലേന, ഒന്ന് നേര. അപ്പൊ ഈ രണ്ട് പുഴകളുടെയും ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാല് ഇവിടെയുള്ള മഴക്കാലം വന്നു കഴിഞ്ഞാല് ഇവിടെയുള്ള കൃഷി സ്ഥലങ്ങളും വീടുകളും എല്ലാം വെള്ളപ്പൊക്കം മൂലം വലിയ പ്രോബ്ലമാണ്. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്ക് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലാതെ വന്നപ്പോൾ ഈ പലതവണ അവരുടെ നിവേദനങ്ങളെല്ലാം മാർപ്പാപ്പയ്ക്ക് പോവുമായിരുന്നു. അങ്ങനെ മാർപ്പാപ്പ സ്പെഷ്യലൈസ് ചെയ്ത കർദിനാൾമാരുടെ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷൻ വഴി ഒരു സ്പെഷ്യലിസ്റ്റ് എഞ്ചിനീയറാണ് ഇങ്ങനെ ഒരു ടെക്നോളജി ഇൻവെൻറ്റ് ചെയ്യുന്നതും ഈ നേര എന്ന് പറയുന്ന പുഴയെയും വെലേനോ എന്ന് പറയുന്ന പുഴയെയും തമ്മിൽ അവരങ്ങനെ കല്യാണം കഴിപ്പിച്ച് അതിനകത്ത് നിന്ന് ഈ വാട്ടർഫോള് ജനനം കൊള്ളുന്നത്. അപ്പോൾ ഇതൊരു വലിയ ആർക്കിടെക്ചറൽ ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയാണ്. അതാണ് ഇന്നൊരു റിയൽ വാട്ടർഫോളായിട്ട് നിങ്ങൾ കാണാൻ പോകണം. ഇന്നലെ ഞങ്ങൾ പോയപ്പോഴും ചേട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. ചേട്ടൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ എനിക്ക് പുതിയ കുറേ അറിവുകൾ കിട്ടി. ഞാൻ അത് ഓരോന്നോരോന്നായിട്ട് ഷെയർ ചെയ്യാവേ. അങ്ങനെ എൻട്രൻസിലോട്ട് കയറാൻ പോവാണേ. നമുക്കിനി കാണാം. ഇവിടം വരെ വെള്ളം തെറിക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുത്ത ഇത്രയും സണ്ണി ടൈമിലായാലും ഇവിടം വരെ വെള്ളം വരെ തെറിച്ച് വീഴുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം ആണെന്ന് ഒരു ഫീലേ ഇല്ല. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്ലോസ് ആയിട്ടുള്ള വ്യൂസാണ്. അപ്പം ഇവിടെ നമുക്ക് ഈ കാണുന്ന ഒരു വേലിയില്ലേ, ഇതുവഴി നമുക്ക് താഴോട്ട് പോകുമ്പോൾ പക്ഷേ ഈ വാട്ടർഫോളിൽ നിന്ന് വീഴുന്നത് നമ്മളെ ദേഹത്തൊക്കെ വീഴും. അപ്പം നമുക്ക് റെന്റിന് റെയിൻകോട്ടൊക്കെ എടുക്കാം കേട്ടോ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതാണ് കാൽഷ്യം കേവ്. നടന്ന് ചെറിയൊരു കാലുവേദനയൊക്കെ ഉണ്ട് കേട്ടോ.
ബൽക്കോണെ ദെല്ലി നമറാത്തി ലവേഴ്സ് ബാൽക്കണി എന്ന് പറഞ്ഞാൽ അവിടെ പോയി ചെറുക്കനും പെണ്ണൂടെ ആ തുരങ്കത്തിലൂടെ അപ്പുറം കിടന്നാല് വെള്ളച്ചാട്ടത്തിന്റെ പുറകിൽ നമ്മുടെ മുമ്പിൽ കൂടെ വെള്ളം വീഴും അല്ലേ? അപ്പൊ അവിടെ കെട്ടിപ്പിടിച്ച് നിക്കണം എന്നാണ് ഐതിഹ്യം. നല്ല രസമുണ്ടല്ലേ? നമ്മൾ കണ്ട വെള്ളച്ചാട്ടത്തിന്റെ ക്ലോസ് എത്തി കേട്ടോ. നമ്മൾ നനയാൻ പോവാണ് കേട്ടോ. ഇപ്പോഴേ കാണ്ട നല്ലപോലെ ശീതകം, അങ്ങനെ ശീതകം എന്നാന്ന് തോന്നുന്നു, അങ്ങനെ അത് വന്നുകൊണ്ടിരിക്കുവാണ്. നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട്. വെള്ളം നമ്മൾ ദേഹത്തോട്ട് വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളുകളൊക്കെ കോട്ടിട്ട് വരുവാണ്. ഞാനിപ്പോൾ നനയാൻ പോവുകയാണ്. ഒരു എക്സൈറ്റഡ് ജേണി അല്ലേ, നമ്മൾ പോയി നനഞ്ഞിട്ട് വരാവേ. രാവിലെ മേക്കപ്പ് ഇട്ട് വന്ന് ഞാൻ വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള ഒരു ലുക്കാണിത്. എൻ്റെ ഫുൾ ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വെയിൽ കൊണ്ട് ഉണങ്ങുമായിരിക്കും എന്ന് വിശ്വസിക്കാം. പക്ഷെ അടിപൊളിയാണ്, മസ്റ്റ് ഹാവ് ആണ്. ഇത്രയും ക്ലോസ് ആയിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. Lights went down when you feel lost in your shadow. സൺലൈറ്റ് ആണ് എനിക്കൊന്നും കാണാൻ വയ്യ. ഇപ്പം അടിപൊളിയായിരുന്നു. മൊർമൊറ വാട്ടർഫാൾസ് നമ്മൾ പോയി എൻജോയ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് പ്ലേസിലോട്ട് പോവാം. അത് രാജേഷ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇനി എന്താ നമ്മുടെ പ്ലാൻ. അയ്യോ, ക്ഷീണിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് വളരെ സ്പീഡിൽ ഇറങ്ങി വന്നതാണ്. തിരിച്ച് കയറിയപ്പോഴത്തേക്ക് ഞാൻ ഡൗണായി, ക്ഷീണിച്ച്, നല്ല ക്ഷീണിച്ച്. ഇനി കുറച്ചുകൂടെ ഉണ്ട്. നല്ല ക്ഷീണിച്ച് കേട്ടോ. നല്ല തടിയുടെ പടികൾ ഇങ്ങനെ നല്ല ക്ഷീണിച്ച്. വിളിക്കാം കേട്ടോ. കസ്കാട്ട ഡെം മൊർമൊറയിൽ നിന്ന് നേരെ ലൂക്കയിലേക്ക് വന്നു. പിയത്തിയോ ലുക്കെ എന്നാണ്. ഇവിടെ ഒരു പിക്നിക് സ്പോട്ടാണ്. ഇറ്റാലിയൻ പീപ്പിൾസും ടൂറിസ്റ്റുകളും എല്ലാം ഇവിടെ പിക്നിക് ആഘോഷിക്കാനും എൻജോയ് ചെയ്യാനും വരുന്ന സ്ഥലമാണ്. അത്യാവശ്യം ലുക്ക്. ഞാൻ ഇനി അങ്ങോട്ട് പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാവേ. അങ്ങനെ നമ്മൾ ലേക്കിൻ്റെ അടുത്ത് വന്നു. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിങ്ങിന് നമ്മൾ റിസർവേഷൻ എടുക്കണമായിരുന്നു. നമ്മളതുകൊണ്ട് ഇന്ന് നമ്മൾ ബോട്ടിങ് ചെയ്യുന്നില്ല. നമ്മൾ ലേക്കിൻ്റെ അടുത്ത് പോയി ലേക്ക് ഒന്ന് എൻജോയ് ചെയ്യുകയാണ്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. കൂടുതൽ പേരും ഈ ഫോറിൻ പീപ്പിൾസിന് ടാൻ അടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഈ സമ്മർ ആയതുകൊണ്ട് കൂടുതൽ പേരും ഇവിടെ ഇങ്ങനെ പിക്നിക്കിന് വന്ന് അവിടെ സൺബാത്ത് ചെയ്യുവാണ്. നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ടുള്ള വിഷ്വൽസ് നമുക്കില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ലേക്കിൻ്റെ വ്യൂസ് കാണിച്ചു തരാവേ. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് എൻട്രി ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ലേക്കിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാവേ. കയാക്കിങ്ങും ബോട്ടിങ്ങും എല്ലാം ഉണ്ട്. നമുക്ക് നേരത്തെ റിസർവ് ചെയ്യാമെങ്കിൽ നമുക്ക് കുറച്ച് വിഷ്വൽസ് എടുക്കാമായിരുന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് ലേക്കിൻ്റെ ഭംഗി കാണാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് വിഷ്വൽസ് എടുക്കാൻ നോക്കാം. എത്രമാത്രം സെക്യൂർ ആണെന്ന് എനിക്കറിയില്ല ഇവിടേക്ക്.
ഒരു ബോട്ടിലൊരു മങ്കി ഇരിക്കുന്നു, മങ്കിപ്പാറൊക്കെ ഇരിക്കുന്നു. ഇവിടെ ഓരോ സേഫ്റ്റി മെഷർമെൻറ്റ്സും ഓരോ അളന്ന് തിരിച്ചിട്ടുണ്ട്. നല്ല സുന്ദരമായ കായലല്ലേ, എന്ത് ഷായമാണ്. ബാക്ക്ഗ്രൗണ്ടിൽ മലയും. ബോട്ടിങ്ങൊക്കെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു സ്പെഷ്യൽ എൻജോയ്മെൻറ്റ് തന്നെ ആയിരുന്നല്ലേ. അങ്ങോട്ട് പോകണമെന്നുണ്ട്, എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു, പോകണില്ല കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട്. നല്ല കുഞ്ഞു മീനൊക്കെ പോകുന്നുണ്ട്. നല്ല കുറേ കുഞ്ഞു മീനുകളെ കണ്ട് ഞാൻ. നിങ്ങൾക്ക് കാണാവോ വീഡിയോയിൽ? എൻ്റെ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഓടുന്നു, ഒരേ വശത്തോട്ട് ഓടുന്നു. നോക്കട്ടെ, കാണുന്നുണ്ടോ? എൻ്റെ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് അത് ഒരു ചെറിയ ചെറിയ ഇതിൽ ഇവിടെയുണ്ട് കുറേ 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 മീനുകളുണ്ട്. ക്യൂട്ടായിട്ടുണ്ട്. എൻ്റെ ഒന്നുമില്ല ഇടാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയുന്നില്ല. ഒന്നാമത് സൺലൈറ്റ് ആയതുകൊണ്ട് എനിക്ക് വീഡിയോയും കാണാൻ പറ്റുന്നില്ല. ഫിഷുകൾ കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? കുഞ്ഞു ഫിഷുകൾ പോകുന്നുണ്ട്. കുഞ്ഞു ഫിഷുകളെ കണ്ടോ? നല്ല രസമുണ്ട്. കുഞ്ഞു ഫിഷുകൾ പോകുന്നുണ്ട്. ബിഗ് ഫിഷുകളെ ഞാൻ കണ്ടായിരുന്നു. ഇവിടെ പോയി കണ്ടോ? ബിഗ് ഫിഷുകൾ കണ്ടോ? നല്ല മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഹലോ, ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ഫിഷുകളുണ്ട്. ഉണ്ടോ? എത്രത്തോളം ക്ലിയർ ആവുന്നത് എനിക്കറിയില്ല. ഇവിടെ ഒരു ബോട്ടിൽ പയ്യന്മാർ പോകുന്നു. ഇനി അവരെടുക്കുമെന്ന് ചോദിക്കാം. നമുക്ക് ഇട്ട് നോക്കാം. അപ്പം അത്യാവശ്യം നല്ല ഒരു ബോട്ടും ആസ്വദിക്കാമാണ്. എനിക്ക് ഫിഷസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. I liked it. അവിടെ കുറേ ഫിഷുണ്ട്. കുറേ ഫിഷുണ്ട്. കാണുന്നുണ്ടോ വീഡിയോയിൽ? ഇങ്ങനെ ഫിഷിനെ നോക്കി നിന്നപ്പോഴത്തേക്ക് അവിടെ സൗണ്ട് കേൾക്കുന്നു. എനിക്ക് തോന്നി ഞാൻ വന്നുകൊണ്ട് എനിക്ക് കണ്ടന്റിന് വേണ്ടി വരുന്നതാണ്. ടുട്ടു, ഹലോ. താറാവിനെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരാൾ വിളിക്കുന്നത്. ഹലോ ഹലോ ഹലോ. ഇങ്ങോട്ട് വരുമോ? അങ്ങോട്ട് പോവുകയാണ്. ഹലോ 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 ഹലോ. ഇങ്ങോട്ട് വരുമോ? തുത്തു ഇങ്ങോട്ട് വരുമോ? കരയാതെ. താറാവാണോ കടൽക്കാക്കയാണോ എനിക്കറിയില്ലല്ലോ. ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരണേ. എനിക്ക് സീരിയസ്ലി ഇതിനെപ്പറ്റി അറിയില്ല. താറാവല്ലെന്ന് തോന്നുന്നു. താറാവല്ല, കടൽക്കാക്കയാണെന്ന് തോന്നുന്നു. സീകൾ. പക്ഷെ ഇത് കായലല്ലേ? അയ്യോ, ഡൗട്ടായി. അപ്പോൾ ഞാൻ പോയി ക്ലോസപ്പ് എടുക്കാൻ നോക്കട്ടെ. ഹലോ ക്ലോസ് ആയിട്ട് വന്നതാണ് കേട്ടോ എടുക്കാനായിട്ട്. ഹലോ കാണാൻ പറ്റൂലല്ലേ. ഹലോ എന്താ കരയുന്നേ? കടൽക്കാക്കയായിരിക്കും അല്ലേ? ഹലോ. ഇതിനെ പറ്റി അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇതാ കടൽക്കാക്കയാണോ? അറിയാനല്ല എന്തായാലും. ഹലോ. അങ്ങനെ നമ്മൾ ലേക്കിൽ നിന്ന് പോവുകയാണ്. പിയതോ ലുക്ക് എന്നാണ് പേര്. അത്യാവശ്യം സൺലൈറ്റ് ഉണ്ടല്ലേ. അപ്പോൾ എൻ്റേതായ രീതിയിൽ ഞാൻ മാക്സിമം ഇവിടുത്തെ ലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ പോകുന്നത് കുറച്ച് ലോങ് പ്ലേസ് ആണ്. അപ്പോൾ അത് ഒരുപാട് വീഡിയോ ലെങ്ത് വരുന്നത് കൊണ്ട് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ കസ്കാട്ട ഡെൽ മർമറയുടെ അടുത്തുള്ള പിയതോ ലുക്കിലെ വിശേഷങ്ങളോട് അവസാനിക്കുന്നു. ഞാൻ കുറച്ച് എൻജോയ് ചെയ്തു കേട്ടോ എൻ്റേതായ രീതിയിൽ. മാക്സിമം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സെയിം വ്ലോഗ് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പം നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ബൈ.